ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ ജയ് ശ്രീ രാധേ രാധേ. ഇന്ന് 39-ാം ദിവസം ശ്രീമദ് ദേവി ഭാഗവതം വിമാനഗമനാണ് കേൾക്കാൻ പോകുന്നത് കേട്ടോ. വ്യാസൻ തുടർന്ന് പറയാണ്, മഹാഭാഗ, അങ്ങ് എന്നോട് ചോദിച്ച ഇതേ ചോദ്യങ്ങൾ ഞാൻ നാരദനോടും ചോദിച്ചവയാണ്. അപ്പോൾ നാരദ എങ്ങനെയാണ് പറഞ്ഞത്? അങ്ങ് ചോദിച്ച ചോദ്യങ്ങളുണ്ടല്ലോ, അതൊരു തിരമാല പോലെ എൻ്റെ ഉള്ളിലും ഇങ്ങനെ തുടരെ തുടരെ അലടിച്ചിരുന്ന ഒന്ന് തന്നെയാണ്. എൻ്റെ പിതാവായിട്ടുള്ള ബ്രഹ്മാവിനോട് ഞാൻ അവയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്രഹ്മാണ്ടം എന്തിൽ നിന്നാണ് ഉണ്ടായത്? അങ്ങാണോ അതോ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന വിഷ്ണുവാണോ? അതുമല്ല മഹേശ്വരനാണോ വിശ്വനിർമ്മിതിക്ക് പിന്നിലുള്ള ആള്? ഇവരിൽ ആരാണ് സർവോത്കൃഷ്ടൻ? ആരാണ് ആരാധനയ്ക്ക് യോഗ്യൻ? സംശയ നിവാരണം നടത്തി എൻ്റെ ദുഃഖത്തിന് അറുതി വരുത്തിയാലും തീർത്ഥാടനം, വേദപഠനം, മറ്റുപായങ്ങൾ എല്ലാം ഞാൻ നോക്കിയതാണ്. അവയൊന്നും എൻ്റെ അജ്ഞത അകറ്റുന്നില്ല. സത്യമറിയാതെ ശാന്തി എങ്ങനെ നേടാനാണ്? നട്ടം തിരിയുന്ന എൻ്റെ മനസ്സ് ഒരിടത്ത് ഉറയ്ക്കുന്നുമില്ല. ആരെയാണ് ഞാൻ സ്മരിക്കേണ്ടത്? ആരെ സ്തുതിച്ചുകൊണ്ടാണ് ഞാൻ അർച്ചന ചെയ്യേണ്ടത്? സർവത്തിൻ്റെയും അധീശനായ ഈശ്വരൻ ആരാണ്? എൻ്റെ ഈ ചോദ്യങ്ങൾ കേട്ട് ലോകപിതാമഹനായ ബ്രഹ്മാവ് ഇങ്ങനെ അരുൾ ചെയ്തിരുന്നു. ബ്രഹ്മാവ് ഇങ്ങനെയാണ് പറഞ്ഞത്, മകനെ, ഞാൻ എന്തു പറയാനാണ്? സാക്ഷാൽ വിഷ്ണുവിന് പോലും പറയാൻ എളുപ്പമല്ലാത്ത ചോദ്യമാണ് നീ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ സംസാരത്തിൽ ആമഗ്നനായ ആർക്കും ഈ ലോകത്തിൻ്റെ പൊരുൾ അറിയാനാവില്ല. വിരക്തനും നിർമ്മമനുമായ ജ്ഞാനിക്ക് പരമതത്വം ഗ്രഹിക്കാനാവുകയുള്ളൂ. പണ്ട് എല്ലാം പ്രളയജലത്തിലായിരുന്നപ്പോൾ ആകെയൊരു കടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഞ്ചഭൂതങ്ങൾക്കൊപ്പം ഒരു താമരയിൽ ഞാനും ഉണ്ടായിരുന്നു. സൂര്യചന്ദ്രന്മാരില്ല, ശൈലാദികളും അന്നില്ല. ആ താമരയിൽ കിടന്നു ഞാൻ എന്തു ചെയ്യണം എന്ന് ആലോചിച്ചു. ഞാൻ ആരിൽ നിന്നാണ് ജനിച്ചത്? ആരെന്നെ സൃഷ്ടിച്ചു? ആരെന്നെ പരിപാലിക്കും? എങ്ങനെയാണ് എനിക്ക് അവസരമുണ്ടാവുക? അപ്പോൾ ഭൂമിയൊന്നും കാണാനേ ഇല്ലായിരുന്നു. ഈ താമരയ്ക്ക് നിലനിൽക്കാൻ ചെളി വേണമല്ലോ. പങ്കജത്തിൻ്റെ മൂലമായ പങ്കം എന്തെന്ന് എനിക്കിപ്പോൾ അറിയണം. ആ പങ്കത്തിൻ്റെ മൂലമായ ഭൂമിയും എനിക്ക് കാണണം. ഇങ്ങനെ ചിന്തിച്ചുറപ്പിച്ച് ഞാൻ ഭൂമിയെ തേടി താഴേക്ക് 1000 കൊല്ലത്തോളം സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. യാതൊരു വിധത്തിലും ധരയെ കാണാതെ ഇരിക്കുമ്പോൾ തപസ് ചെയ്യുക, തപഹ തപഹ എന്നൊരു ശബ്ദം അശരീരിയായി എൻ്റെ കാതുകളിൽ പതിച്ചു. ആ താമരയിൽ തന്നെ ഇരുന്ന് ഞാൻ 1000 വർഷം തപസ്സും ചെയ്തു. സൃഷ്ടിക്കുക എന്നൊരു അശരീരി പിന്നീട് ഞാൻ കേട്ടു. ആരെയാണ്, എന്തിനെയാണ് സൃഷ്ടിക്കേണ്ടത് എന്നെനിക്ക് അറിയുമായിരുന്നില്ല. അപ്പോഴേക്ക് മധു എന്നും കൈടപൻ എന്നും പേരുള്ള 2 രാക്ഷസന്മാർ അവിടെ വന്ന് എന്നോട് യുദ്ധഭീഷണി മുഴക്കി. താമരത്തണ്ട് പിടിച്ച് നീരിലിറങ്ങിയ ഞാൻ ആ പരമപുരുഷനെ കണ്ടു. മേഘശ്യാമ നിറത്തിൽ മഞ്ഞ പട്ടുടുത്ത് 4 കൈകളുള്ള ജഗന്നാഥൻ ആദിശേഷ തൽപ്പത്തിൽ കാണാനായി. അതാ വനമാലയണിഞ്ഞ ഭഗവാൻ ശംഖുചക്ര ഗദാധാരിയായി സർപ്പത്തിനു മുകളിൽ യോഗനിദ്രയിൽ ആഗമനനായി കിടക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കെ എന്നിൽ നിദ്രാസ്വരൂപിണിയായ ദേവിയുടെ ഓർമ്മ അങ്കുരിച്ചു. അമ്മയെ ഞാൻ വാഴ്ത്തി സ്തുതിക്കാൻ തുടങ്ങി. ആ ദേവി ആകാശത്ത് ദിവ്യമൂർത്തമായ രൂപത്തിൽ അവതരിക്കേണ്ടായി. വിഷ്ണുവിൻ്റെ ഉടലിൽ നിന്നും വേർപെട്ട് ആകാശത്ത് നിദ്രാദേവി സമൂർത്തയാകവേ വിഷ്ണു ഭഗവാൻ നിദ്രയിൽ നിന്നും ഉണർന്നു. രാക്ഷസന്മാരായ മധു കൈഠപന്മാരെ 1000 കൊല്ലം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ വിഷ്ണു വകവരുത്തി. ആ സമയത്ത് രുദ്രനും അവിടെ എത്തിച്ചേർന്നു. ഞങ്ങൾ 3 പേരും ആ സുന്ദരാംഗിയായ ദേവിയെ വാഴ്ത്തി. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെ, നിങ്ങൾ അവരവരുടെ നിയതകർമ്മങ്ങൾ തുടർന്ന് നടത്തിയാലും എന്ന അനുജ്ഞ നൽകി. അസുരന്മാര് മൃതിയടഞ്ഞു. ഇനി നിങ്ങൾക്ക് തടസ്സം കൂടാതെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യാം. 4 വിധത്തിലുള്ള പ്രജകളെ വേണം സൃഷ്ടിക്കാൻ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അമ്മേ, സൃഷ്ടി നടത്താൻ ഞങ്ങൾ അശക്തരാണ്. എല്ലായിടവും ജലം നിറഞ്ഞിരിക്കുന്നു. പഞ്ചഭൂതങ്ങളോ ഇന്ദ്രിയങ്ങളോ തന്മാത്ര പോലുമോ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഒരു പുഞ്ചിരിയോടെ ദേവി ആകാശത്ത് ഒരു വിമാനം വരുത്തി.
ദേവന്മാരെ, പേടിക്കാതെ ഇതിൽ കയറിയാലും എന്ന് പറഞ്ഞു. നിങ്ങളെ ഞാൻ ഒരു അത്ഭുതം കാണിക്കാം എന്ന് പറഞ്ഞ് ദേവി വിമാനം പറത്തി. രത്നഖചിതമായ ആ വിമാനത്തിൽ അതിവിശാലവും വിപുലവുമായ അലങ്കാരപ്പണികൾ ഉണ്ടായിരുന്നു. ദേവഭവനമായ അമരാവതി എന്ന പോലെയുള്ള ആ വിമാനത്തിൽ ഞങ്ങൾ യാത്രക്കാരും ദേവി സാരഥിയുമായിരുന്നു. അടുത്ത ദിവസം നമ്മൾ കേൾക്കാൻ പോണത് ദേവീ ദർശനമാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം തന്നെയാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കണം കേട്ടോ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ.